വൃക്കരോഗം കാഴ്ചയും കവർന്നു. കുട്ടൻ എന്ന രാധാകൃഷ്ണന്റെ പോരാട്ടം തട്ടുകടയിലൂടെ. ആ അതിജീവന മുന്നേറ്റത്തിന്റെ വാർത്തയാണ് വിണയൻ ന്യൂസിൽ ആദ്യം. വൃക്കരോഗം സൗഭാഗ്യങ്ങളെല്ലാം തകർത്തിട്ടും വിധിയെ പഴിച്ച് തോറ്റി പിൻവാങ്ങാൻ മനസ്സില്ലാത്ത അതിജീവന പ്രതീകമാണ് മുണ്ടത്തിക്കോട് കുറുപ്പത്ത് വീട്ടിൽ 53 വയസ്സുള്ള കുട്ടൻ എന്ന രാധാകൃഷ്ണൻ. ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു ഉപജീവനം. എല്ലാ സ്വപ്നങ്ങളും തകർത്ത് വൃക്കരോഗം വില്ലനായെത്തി. 2 വൃക്കകളും പ്രവർത്തനരഹിതമായി. കാഴ്ചാശക്തിയും നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്കായി കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടി. ഓട്ടോറിക്ഷ വിറ്റു. സമ്പാദ്യം മുഴുവൻ ഡയാലിസിസിനായി നീക്കിവെച്ചു. ടൈൽസ് കമ്പനി മാനേജരായിരുന്ന ഭാര്യ ഗിരിജ ജോലി ഉപേക്ഷിച്ചു. ആഴ്ചയിൽ 3 തവണയാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നത്. ഒരു തവണ 2000 രൂപയായിരുന്നു ചിലവ്. ഡയാലിസിസ് മുടങ്ങുമെന്നായതോടെയാണ് ഡേവിസ് ചെറമലച്ചൻ്റെ വേലൂർ കുറുമാലിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെൻറ്ററിനെ കുറിച്ച് അറിയുന്നത്. ഇവിടെ എത്തി അച്ഛനെ നേരിട്ട് കണ്ട് സങ്കടമറിയിച്ചു. ഇതോടെ രാധാകൃഷ്ണൻ്റെ ജീവിതത്തിന് പുതിയ നിറം ലഭിച്ചു. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി കിഡ്നി ഫെഡറേഷൻ ചെയ്തു കൊടുക്കുന്നു. ഉപജീവനത്തിനായി ചെറമലച്ചൻ രാധാകൃഷ്ണന് ഒരു തട്ടുകട ഇട്ട് നൽകി. അച്ഛൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് ക്ഷീരസംഘം പരിസരത്തെ കട ഇപ്പോൾ സൂപ്പർ ഹിറ്റാണ്. നല്ല കച്ചവടം ലഭിക്കുന്നതായി രാധാകൃഷ്ണൻ പറയുന്നു. ഭാര്യ ഗിരിജയാണ് പാചകക്കാരി. തട്ടുകടയിൽ വെച്ചായിരുന്നു ലോക കിഡ്നി ദിനാഘോഷം നടന്നത്. ഡേവിസ് ചിറമലച്ചൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനെയും ഗിരിജയെയും ആദരിച്ചു. നഗരസഭാ കൗൺസിലർ കെ അജിത് കുമാർ അധ്യക്ഷനായി. മുണ്ടത്തിക്കോട് രാജഗിരി പള്ളി വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തൂർ, PP യേശുദാസ്, KV ജോസ്, രമണി പ്രേമദാസൻ, K ഗോപാലകൃഷ്ണൻ, വർഗീസ് തരകൻ സംസാരിച്ചു. അവിടെ എൻ്റെ അനുഭവം പറഞ്ഞ് അറിയില്ലാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ എന്നാലും കരഞ്ഞു പോയി. സാറത് സത്യമായിട്ട് ഏറ്റെടുത്ത് പിന്നെ ഞാൻ അച്ഛനെ കണ്ട ആ നിമിഷം മുതൽ ഇന്ന് വരെ മനസ്സിൻ്റെ എല്ലാ വിഷമം തീർന്നു പറയും. അത്രയ്ക്കും കിഡ്നി അവിടെ നല്ലൊരു അന്തരീക്ഷമുണ്ട്. എല്ലാവരും തമ്മിൽ സഹോദരന്മാരെ പോലെ ഭയങ്കര സന്തോഷത്തിലായി.